soprattutto quando ci sono grandi problemi da affrontare, c'è la sensazione che il male sia più forte e viene da chiedersi che cosa devo fare. ഫ്രാൻസിസ് പാപ്പായുടെ കബറടക്ക ശുശ്രൂഷ മണിക്കൂറുകൾക്കുള്ളിൽ വത്തിക്കാനിൽ ആരംഭിക്കും. ലോകം മുഴുവനും വത്തിക്കാനിലേക്ക് കണ്ണുതിരിച്ചിരിക്കുന്ന സമയമാണ്. മാധ്യമങ്ങളെല്ലാം തന്നെ മാർപ്പാപ്പയുടെ ജീവിതത്തെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ സന്ദേശത്തെപ്പറ്റിയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർപ്പാപ്പയെപ്പറ്റി എല്ലാവരും പറയുന്ന ഒരു സത്യം അദ്ദേഹം ഒരു വിശ്വ പൗരനായിട്ട് വളർന്നു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ചരിത്രം ഇന്ന് ചർച്ചാവിഷയമാകുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിന് വിശ്വത്തോളം വലിപ്പമുണ്ട് എന്ന് ജനങ്ങൾ വിലയിരുത്തുന്നു. കടലിനേക്കാളും പരപ്പാർന്നതാണ് ആകാശം. ആകാശത്തെക്കാളും വലിപ്പമുള്ളതാണ് ഫ്രാൻസിസ് പാപ്പയുടെ മനസ്സ് എന്ന് പറയുന്നവരുണ്ട്. എല്ലാ മനുഷ്യരെയും സ്വന്തം മനസ്സിൽ സ്വീകരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഒരു വിശ്വപൗരനായിട്ട് എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റിയ ഒരു മനുഷ്യനായിട്ട് മാറിയത്. അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ചരിത്രം പഠിക്കേണ്ട വിഷയമാണ്. പോപ്പ് ഫ്രാൻസിസ് ഇൻ ഹിസ് ഓൺ വേർഡ്സ് എന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് 2010 അർജൻറ്റീനയിൽ പ്രസിദ്ധീകരിച്ചത്. സ്പാനിഷ് ഭാഷയിൽ 2 പത്രപ്രവർത്തകർ അദ്ദേഹവുമായി നടത്തിയ സംഭാഷണത്തിൻ്റെ വെളിച്ചത്തിൽ രൂപീകൃതമായ ഗ്രന്ഥമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ വെളിച്ചം വീശുന്നത്. മാർപ്പാപ്പയായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തപ്പോൾ അമേരിക്കയിൽ പെൻഗ്വിൻ ബുക്സ് അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുകയുണ്ടായി. ലോകത്തിലെല്ലായിടത്തും തന്നെ ആ ഗ്രന്ഥം ലഭ്യമായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതൊരു മനോഹരമായ ഒരു പരാമർശമാണ് ഞാൻ ഇവിടെ ഓർക്കുക. അദ്ദേഹം പൗരോഹിത്യം സ്വീകരിക്കുന്നതിൻ്റെ ആ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ചില ദർശനങ്ങളുണ്ട്, കാഴ്ചപ്പാടുകൾ, ചില ബോധ്യങ്ങൾ. അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസ സത്യങ്ങളായിട്ടാണ് അദ്ദേഹം പറയുക. അതിൽ 8-10 കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഐ ബിലീവ് ഇൻ മൈ ഹിസ്റ്ററി. ഞാൻ എൻ്റെ ചരിത്രത്തിൽ വിശ്വസിക്കുന്നു. അദ്ദേഹം അതുകൊണ്ട് സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് ദൈവം തൻ്റെ വഴിയിലൂടെ കടന്നു വന്ന് തന്നെ തിരഞ്ഞെടുത്തു എന്നാണ്. പ്രത്യേക ഒരു ദൗത്യം അദ്ദേഹത്തെ ദൈവം ഏൽപ്പിച്ചതായിട്ട് അദ്ദേഹത്തിന് ബോധ്യമായി. അങ്ങനെയാണ് അദ്ദേഹം ഒരു സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിന് പൗരോഹിത്യ ജീവിതവും ഈ അറിവിൻ്റെ വെളിച്ചത്തിലാണ്. പഴയ നിയമഗ്രന്ഥത്തിൽ ബൈബിളിൽ പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അവർക്കും ഈ കാഴ്ചപ്പാടുണ്ടായിരുന്നു. തങ്ങളെ ദൈവം തിരഞ്ഞെടുത്തുവെന്ന് പ്രവാചകന്മാർ വിശ്വസിച്ചു. ജർമിയ പ്രവാചകനും എസക്കേൽ പ്രവാചകനും ഏഷ്യ പ്രവാചകനുമൊക്കെ തങ്ങളുടെ പ്രവചനങ്ങൾ നടത്തിയത് ആ വിശ്വാസം കൊണ്ടാണ്. അത്തരത്തിലൊരു വിശ്വാസമാണ് തനിക്കുണ്ടായത് എന്ന് മാർപ്പാപ്പ തൻ്റെ വിശ്വാസ പ്രമാണത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുക. ആ വിശ്വാസ പ്രമാണങ്ങൾ, ബോധ്യങ്ങൾ അദ്ദേഹം കുറിച്ചു വെച്ചത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ പുസ്തകത്തിൽ അദ്ദേഹം കർദിനാളാകുന്നത് വരെ സൂക്ഷിച്ചു വെച്ചുവെന്ന് ചരിത്ര പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത്രയേറെ ഗാഢമായ ബന്ധം ആ ബോധ്യങ്ങൾക്കുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്ന കാര്യം, എനിക്ക് ഒരു വിളി കിട്ടിയിരിക്കുന്നു, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. ആ വിളിയുടെ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ സുവിശേഷം എല്ലാവരോടും പ്രസംഗിക്കാനുള്ള ദൗത്യമുണ്ടെന്നുള്ള ബോധ്യമാണത്. രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാശയമാണത്. എല്ലാ മനുഷ്യരും നല്ലവരാണ്, എല്ലാവരും സ്നേഹിക്കപ്പെടേണ്ടവരാണ് എന്ന തത്വമാണത്. അത് വലിയൊരു ഉൾക്കാഴ്ചയാണത്.
തൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എല്ലാവരെയും സ്നേഹിക്കുകയാണ്. എല്ലാ മനുഷ്യരും നല്ലവരാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഭയപ്പാട് കൂടാതെ എല്ലാവരെയും ആശ്ലേഷിക്കാനുള്ള ഒരു മാനസിക കരുത്താണ് അദ്ദേഹത്തിന് ആ വിശ്വാസ വഴി ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നിർവചിക്കാൻ ശ്രമിച്ചാൽ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ നമുക്ക് പറയാനാകും, എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം മനുഷ്യനാണ്, എല്ലാത്തിൻ്റെയും പ്രമാണം മനുഷ്യനാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുകയും അതനുസരിച്ച് തൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം രൂപീകരിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാനാകും. അദ്ദേഹത്തിന് ഏത് പ്രവർത്തനമെടുത്താലും ഈ പ്രമാണം അതിൻ്റെ പിന്നിൽ കാണാം. അദ്ദേഹം എങ്ങനെ ഈ പ്രമാണം ജീവിച്ചുവെന്ന് നമുക്ക് കൊച്ചു കൊച്ചു മാതൃകകളിലൂടെ കാണാനാകും. മാർപ്പാപ്പയായിട്ട് ഇതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം സാൻ മർത്ത എന്ന് പറയുന്ന ഭവനത്തിൽ പ്രഭാതത്തിൽ എണീറ്റ് വന്നപ്പോൾ ആ വീടിന് കാവലായിട്ട് ഒരു സ്വിസ് ഗാർഡ് നിൽപ്പുണ്ടായിരുന്നു. മാർപ്പാപ്പ അവിടെ താമസിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായത്. ആ സ്വിസ് ഗാർഡ് രാത്രി മുഴുവനും നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് ചിന്തിച്ചപ്പോൾ മാർപ്പാപ്പയുടെ മനസ്സിൽ ദുഃഖമുണ്ടായി. അദ്ദേഹത്തിന് ഒരു കപ്പ് കാപ്പി ഊട്ടുമുറിയിൽ നിന്ന് എടുത്ത് കൊടുക്കുവാൻ അദ്ദേഹം തയ്യാറായി. അതുമാത്രമല്ല, ആ രാത്രി മുഴുവൻ നിന്ന ആ ഗാർഡിന് അദ്ദേഹം ഒരു കസേര കൊണ്ടു കൊടുക്കുന്ന രംഗമുണ്ടായി. ലോകം മുഴുവനും അതൊരു അമ്പരപ്പിക്കുന്ന വാർത്തയായിരുന്നു. അത് വലിയൊരു സന്ദേശമാണ്. കൊച്ചു കാര്യത്തിലൂടെ അദ്ദേഹം ലോകത്തെ മുഴുവനും പഠിപ്പിച്ചത് തൊഴിലാളി എന്ന ആ സങ്കല്പത്തിന് അദ്ദേഹം കൊടുക്കുന്ന ഒരു നിർവചനം, തൊഴിലാളി മനുഷ്യനാണ്, ആ മനുഷ്യന് പ്രാമുഖ്യമുണ്ട്, അവനെ ചൂഷണം ചെയ്യാൻ പാടില്ല, മനുഷ്യൻ എന്ന നിലയ്ക്ക് എല്ലാവിധ ആദരവും സ്നേഹവും സൗഹൃദവും തൊഴിലാളിക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന വലിയ സന്ദേശമാണ് അതിലൂടെ അദ്ദേഹം ലോകത്തിന് നൽകിയത്. അതിൻ്റെ പ്രതിഫലനങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ലോകത്ത് പലയിടത്തും ഉണ്ടായതായിട്ട് പത്രങ്ങൾ വാർത്തയുണ്ടായി. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും കടകളിൽ, വ്യാപാര സ്ഥാപനങ്ങളിൽ കാലത്തു മുതൽ വൈകുന്നേരമാകുന്നവരെ നിൽക്കാൻ വിധിക്കപ്പെട്ട സെയിൽസ് ഗേൾസിന് ഇരിപ്പിടങ്ങൾ കൊടുക്കാൻ തയ്യാറായവരെ പറ്റിയുള്ള വാർത്തകളുണ്ടായിരുന്നു. അദ്ദേഹം ആ കൊച്ചു പ്രവൃത്തിയിലൂടെ ലോകത്തിലെ എല്ലാ തൊഴിലാളികളെയും ഹൃദയത്തിൽ ആശ്ലേഷിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. അത് വലിയൊരു സന്ദേശമാണ്. അദ്ദേഹം വലിയ കാര്യങ്ങൾ ചെയ്തോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ചില ഡോക്യുമെൻറ്റ്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചെയ്ത ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സന്ദർശനങ്ങളുടെ ഇടയിൽ അദ്ദേഹം കുഞ്ഞുമക്കളെ കയ്യിലെടുത്ത് മുത്തം കൊടുക്കുന്ന രംഗങ്ങൾ, രോഗികൾക്ക് ചുംബനം കൊടുക്കുന്ന രംഗങ്ങൾ, അതൊക്കെ ലോകം കണ്ടിട്ടുണ്ട്. അതാണ് മനുഷ്യർ എല്ലാവരും ഇത്രയേറെ പാപ്പായെ സ്നേഹിക്കുവാൻ കാരണം. മനുഷ്യനാണ് എല്ലാത്തിനേക്കാളും പ്രധാനപ്പെട്ടത് എന്ന വലിയ സത്യം അദ്ദേഹം തൻ്റെ ജീവിത മാതൃകയിലൂടെ ലോകത്തെ പഠിപ്പിച്ചു എന്നത് ശ്രദ്ധേയമാണ്. അതാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വിഷയം. അദ്ദേഹത്തിൻ്റെ ലൗദാത്തോ സി എന്ന പ്രമാണരേഖയുടെ ആത്യന്തിക സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ ദാനമാണ്, അത് കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്, അത് എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ആത്യന്തികമായിട്ട് മനുഷ്യൻ്റെ ഈ ഭൂമുഖത്തുള്ള ജീവിതം സുന്ദരമാക്കാൻ പര്യാപ്തമാകുന്ന വിധത്തിൽ ഈ പ്രപഞ്ചത്തെ, ഈ പ്രകൃതിയെ കാത്തു സൂക്ഷിക്കണം എന്ന സന്ദേശമാണ് മാർപ്പാപ്പ നൽകുക. അദ്ദേഹത്തിൻ്റെ വേറൊരു ഗ്രന്ഥമാണ് ഫ്രത്തിലി തൂത്തി എന്ന ചാക്രിക ലേഖനം. എല്ലാവരും സഹോദരങ്ങളാണെന്നുള്ള സങ്കല്പം. നല്ല സമുദായക്കാരൻ്റെ കഥയാണ് തുടക്കത്തിൽ തന്നെ മാർപ്പാപ്പ ആ ഗ്രന്ഥത്തിൽ പറയുക. നല്ല സമുദായക്കാരൻ ഒരിക്കലും ആ വഴിയിൽ കിടക്കുന്ന മനുഷ്യൻ്റെ മതമെന്ത് എന്ന് ചോദിച്ചില്ല. അദ്ദേഹം യഹൂദനായിരുന്നിരിക്കണം സ്വാഭാവികമായിട്ടും. സമ്രായിൽ നിന്നുള്ള ആ മനുഷ്യൻ ആ വഴിയിൽ കിടക്കുന്ന വ്യക്തിയെ എടുത്ത് എല്ലാവിധ പരിചരണങ്ങളും കൊടുക്കുന്നതിനെ പറ്റി പറയുമ്പോൾ, ലോകത്തിലെ എല്ലാ അഭയാർത്ഥികളെയും ക്ലേശിക്കുന്നവരെയും
ഒറ്റപ്പെടുന്നവരെയും ഒക്കെ സംരക്ഷിക്കാനുള്ള ചുമതലയെപ്പറ്റിയാണ് മാർപ്പാപ്പ ലോകത്തിന് നൽകുന്ന സന്ദേശം. ഈ സന്ദേശം ഇനി ദീർഘകാലം ചർച്ച ചെയ്യപ്പെടും. മാർപ്പാപ്പയുടെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്. എങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സ്ഥിരപ്രതിഷ്ഠ നേടാൻ കഴിഞ്ഞു. നമുക്ക് ഈ മാർപ്പാപ്പയെ മറക്കാനാകില്ല. ഇതിനു മുമ്പുള്ള മാർപ്പാപ്പമാരെയും നമുക്ക് മറക്കാനാവാത്ത വിധം അത്രയും മനോഹരമായിട്ട് ജീവിച്ചിട്ടുള്ളവരാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം തന്നെ എടുത്തു പറയാവുന്ന മനുഷ്യസ്നേഹിയാണ്. എല്ലാ മാർപ്പാപ്പമാരും തന്നെ അടുത്ത കാലത്തുണ്ടായിട്ടുള്ളവർ. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രത്യേക ഒരിടം ലോക ചരിത്രത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ അടുത്ത നൂറ്റാണ്ടുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ലോകത്തെ സ്വാധീനിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള വ്യക്തികളാണ്. ഏറ്റവും കൂടുതൽ ആ രംഗത്ത് വലിയ അധ്യാപകനായി തീർന്ന ഒരു മാർപ്പാപ്പയാണ് ഇപ്പോൾ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ പ്രബന്ധങ്ങളിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും അല്ല, അത് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെയാണ് എന്ന സത്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരോട് നമ്മൾ സ്നേഹവും നീതിയും സാഹോദര്യവും പുലർത്തണമെന്ന കാര്യമാണ്. ആരോടും വിദ്വേഷം വെച്ച് പുലർത്താൻ നമുക്ക് പാടില്ല. യേശു പഠിപ്പിച്ച ശത്രുവിനെ സ്നേഹിക്കണമെന്ന തത്വം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ജീവിച്ച് കാണിച്ചു തന്ന ഒരു മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളണം. അത് നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പ്രാവർത്തികമാക്കണം. അദ്ദേഹം നമുക്ക് നൽകുന്ന ഒരു സന്ദേശം ലോകത്തിലെ എല്ലാ മനുഷ്യരും എപ്പോഴും സന്തോഷമുള്ളവരായിട്ട് ജീവിക്കണമെന്നാണ്. അദ്ദേഹം എഴുതിയ റിസുൽത്താത്തെ ഗൗദേത്തെ എന്ന ഒരു പ്രമാണരേഖയുണ്ട്. മനോഹരമാണത്. വളരെ ലളിതമായ ഭാഷയിൽ സാധാരണക്കാരോട് സംസാരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ആ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യം, നമ്മുടെ ഏറ്റവും വലിയ വിളി സന്തോഷമുള്ളവരായിരിക്കുക എന്നതാണ്. ആ സന്തോഷം എല്ലാവർക്കും ഉണ്ടാകണം. ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരെ പ്രത്യേകിച്ച് പരിചരിക്കുകയും അവരെ ചിരിപ്പിക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട്. നാം എല്ലാവരും സഹോദരന്മാരുടെ കാവൽക്കാരാകേണ്ടതുണ്ട് എന്ന സത്യമാണത്. ദൈവം തരുന്ന വലിയൊരു ദാനമാണ് ചിരിക്കുക എന്നത്, സന്തോഷമുള്ളവരായിരിക്കുക എന്നത്. അത് നിഷേധിക്കപ്പെടുന്ന വ്യക്തികൾ ധാരാളം നമ്മുടെ ചുറ്റുപാടുന്നുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരെ തേടിപ്പിടിച്ച് അവരെ പരിചരിക്കാനും അവരെ ചിരിപ്പിക്കാനുമുള്ള, അവർക്ക് സന്തോഷം പകർന്നു കൊടുക്കാനുള്ള നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കൊല്ലം നവംബർ മാസത്തിൽ റോമിൽ നടന്ന സിനഡിൻ്റെ അവസരത്തിൽ അപ്പോൾ 1300ഓളം ദരിദ്രരെ, പട്ടിണി പാവങ്ങളെ വിളിച്ചു വരുത്തി അവിടുത്തെ വലിയ സെൻറ്റ് പോൾ ഹാളിൽ അവരോട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയുണ്ടായി. അവരോടും മാർപ്പാപ്പ പറഞ്ഞത് അതുതന്നെയാണ്. നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല, നിങ്ങൾ ഞങ്ങളുടെ ഭാഗമാണ്, സമൂഹത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്കും സന്തോഷിക്കാൻ അവസരമുണ്ടാക്കണം. അത് ലോകം തരേണ്ട ഒരു സാഹചര്യമാണ് എന്ന് ലോകത്തെയും ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതിന് മാർപ്പാപ്പ നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ ചുറ്റുപാടുകളിലുള്ള മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെ പോലും സ്നേഹിക്കാനും സ്നേഹത്തോട് തലോടാനുമുള്ള ഒരു മാനസികാവസ്ഥ മനുഷ്യരുടെ ഇടയിൽ വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം അത് നമുക്കുണ്ട് എന്ന കാര്യം ഏറ്റുപറഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് നമുക്ക് പ്രണാമം അർപ്പിക്കാം.